വീണ്ടും ഒരു കവർ സീസൺ കൂടി എത്തിയിരിക്കുകയാണല്ലേ. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധയെ ആകർഷിച്ച കവര് അഥവാ കായലിലെ നീല വെളിച്ചം ഇപ്പോൾ കുമ്പളങ്ങിയിൽ മാത്രമല്ല ദൃശ്യമാവുന്നത്. കുമ്പളങ്ങിയുടെ സമീപ പ്രദേശങ്ങളായ ചെല്ലാനം, കണ്ണമാലി, കളത്ര എന്നീ മേഖലകളിലെ ചെമ്മീൻ കെട്ടുകളിലും കായലോരങ്ങളിലും കവര് പൂത്തു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ മുൻവർഷങ്ങളിൽ കവർ ദൃശ്യമായിരുന്ന കുമ്പളങ്ങിയിലെ പല പ്രദേശങ്ങളിലും ഇക്കുറി കവർ എത്തിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ കണ്ടും കേട്ടറിഞ്ഞും ഒട്ടേറെ ആളുകൾ കുമ്പളങ്ങിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും പലർക്കും നിരാശയാണ് ഫലം. കവർ സ്പോട്ട് എന്ന് ഗൂഗിൾ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് എത്തുന്ന ഭൂരിഭാഗം ആളുകളും കവർ കാണാനാവാതെ മടങ്ങുകയാണ് ചെയ്യുന്നത്. അതേസമയം കുമ്പളങ്ങിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പാടശേഖരങ്ങളിലും കെട്ടുകളിലും ഇവ മനോഹരമായിട്ട് ദൃശ്യമാകുന്നുമുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ മാപ്പിൽ കാണില്ല. നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. ഇതിലെ ചിലതൊക്കെ മത്സ്യം വളർത്തുന്ന ഇടമാണ്. അവിടെ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് കവറിന്റെ സീസൺ. വെള്ളത്തിലെ ഇളക്കം തട്ടുന്നതോടെ ഇളം നീല വെളിച്ചത്തോടെ ഇവ ദൃശ്യമാകുന്നു. വേനൽക്കാലത്തും കായലിലും പാടശേഖരങ്ങളിലും വെള്ളത്തിന് ഉപ്പ് വർദ്ധിക്കുന്നതാണ് കവറ് ദൃശ്യമാകാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. മഴക്കാലമാകുന്നതോടെ ഇവ കായലിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ കവറ് എന്ന് നാട്ടുഭാഷയിൽ വിളിക്കുന്ന ഈ പ്രതിഭാസത്തിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബയോലുമിനിസെൻസ് എന്നാണ്. ബാക്ടീരിയ, ഫംഗസ്, ആൽഗെ പോലുള്ള വെള്ളത്തിലെ സൂക്ഷ്മജീവികൾ പ്രകാശം പുറത്തുവിടുന്ന പ്രതിഭാസമാണിത്. കടലിനോട് ചേർന്നുള്ള കായൽ തീരങ്ങളിലാണ് ഇവ കൂടുതലായിട്ടും ദൃശ്യമാകുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ കവർ എന്ന് പറഞ്ഞാൽ ബയോലുമിനെസെൻസ് എന്ന പ്രതിഭാസത്തെയാണ് ഇവിടെ കവർ എന്ന് വിളിക്കുന്നത്. ബാക്ടീരിയ, ആൽഗ, ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ പ്രകാശം പുറത്തുവിടുന്ന പ്രതിഭാസമാണ് ബയോലുമിനെസെൻസ്. തണുത്ത വെളിച്ചം എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പ്രകാശത്തിനൊപ്പം തന്നെ ചൂട് പുറത്തു വിടാത്തതിനാലാണ് ഇങ്ങനെ പറയുന്നത്. ഇതേ പ്രതിഭാസം തന്നെയാണ് മിന്നാമിനുങ്ങ പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെ കാരണവും. ചെങ്കടലിന്റെ ചുമപ്പ് നിറത്തിന് കാരണവും ബയോലുമിനെസെൻസ് തന്നെയാണ്. ചിലയിനം ജെല്ലി ഫിഷുകൾ, ചില മണ്ണിരകൾ, കടൽ തട്ടിൽ കാണുന്ന ചില മത്സ്യങ്ങൾ എന്നിവയ്ക്കും ഈ ഒരു കഴിവുണ്ട്. നമുക്കത് അത്ഭുതവും കൗതുകവും ഒക്കെ ആണെങ്കിലും ഇവയ്ക്ക് അത് പ്രതിരോധ മാർഗം കൂടിയാണ് കേട്ടോ. ഇണയെയും ഇരയെയും ആകർഷിക്കുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ സൂക്ഷ്മജീവികൾ ഈ വെളിച്ചം ഉപയോഗപ്പെടുത്താറുണ്ട്. ചില ജീവികളിൽ ഇവ കാണണമെങ്കിൽ ഒരു പ്രത്യേക ഭക്ഷണമോ മറ്റെന്തെങ്കിലും ജീവിയോ ഉണ്ടായിരിക്കണം. കടലിനോട് ചേർന്നുള്ള കായൽ പ്രദേശങ്ങളിലാണ് ബയോലൂമിനെസെൻസ് എന്ന പ്രതിഭാസം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ ജീവികൾ മനുഷ്യന് ഉപകാരപ്രദമാകും എന്നത് സംബന്ധിച്ച് ഗവേഷണം ഇപ്പോൾ നടന്നു വരികയാണ്.